ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. സോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് AIFF ഇപ്പോൾ കുറച്ച് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തെ. എന്തായാലും ഏറ്റവും മികച്ച ഇന്ത്യൻ താരത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ലാൽറിൻസുല ചാങ്തിക്. ഇനി ഏറ്റവും മികച്ച വനിതാ താരത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്ദുമതി കതിരേശനാണ്. മുൻ ഗോകുലം കേരള FC വുമൺസ് ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. പിന്നെ ഏറ്റവും മികച്ച കോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഖാലിദ് ജമീലാണ്. സോ അതെനിക്ക് ഉറപ്പായിരുന്നു തൻ്റെ ഖാലിദ് ജമീലിനായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനിയും ഏറ്റവും മികച്ച റഫറി അതാരാണ്? നമ്മുടെ വെങ്കിടേഷ് ആർ എന്ന് പറയുന്ന ഒരു റഫറിക്കാണ്. ISL-ലും ഡ്യൂറൻ കപ്പിലും സൂപ്പർ കപ്പിലും ഒക്കെ റഫറി ആയിരുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിനാണ് ഏറ്റവും മികച്ച റഫറിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ. അല്ലാതെ വേറെ കുറേ അവാർഡുകളുണ്ട്. എന്തായാലും അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കപ്പുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതൊരു വ്യക്തി നമ്മുടെ മാർക്കസ് മെർഗിലോനോട് ചോദിച്ചു, ഇപ്രാവശ്യവും നമ്മുടെ ഡ്യൂറൻ കപ്പിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അത് മാർക്കസ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അത് അന്നേരം 6 പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഏഷ്യ കപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ടീമിൽ നിന്നും പ്ലേയേഴ്സ് വളരെയധികം കുറഞ്ഞു. സോ ആ ഒരു സാഹചര്യത്തിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാം എന്നൊരു റൂള് വെച്ചു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല, പഴയതുപോലെ തന്നെ ആയിരിക്കും. അതായത് 4 ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ സാധിക്കത്തുള്ളായിരിക്കും എന്നാണ് മാർക്കസ് മെർഗിലോ പറയുന്നത്. ഏതായാലും 6 ഫോറിനേഴ്സ് വേണോ 4 ഫോറിനേഴ്സ് വേണോ എന്ന് നിങ്ങൾ തന്നെ പറയുക. അതുപോലെ തന്നെ AIFF-ൻ്റെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും പറയുക. ഒരു അവാർഡ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കറക്റ്റ് ആൾക്ക് തന്നെയാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.